ശ്രീ ജോസഫ് സി മാത്യു, രണ്ടു തരം കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ വീണ ടിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് അവിടെ നിലനിൽക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഇ ഡി എങ്ങനെയാണ് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. രാഷ്ട്രീയമായി ഒരു ആയുധമായി തന്നെയാണ് ഇ ഡി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പിണറായി വിജയന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുണ്ട് അത് വീണ ടിയിൽ നിന്നും വീണയുടെ ഭർത്താവിലേക്ക് പോകുന്നു, മുഹമ്മദ് റിയാസിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ആത്യന്തികമായി പിണറായി വിജയനിലേക്ക് തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുകയാണ്. ഈ ഒരു നീക്കമായി അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മറിച്ച് പറയാൻ എന്തെങ്കിലും വാദങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ? ഇപ്പോൾ ഇടിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കേസുകൾ, കൺവിക്ഷൻ റേറ്റ് ഒക്കെ എപ്പോഴും CPM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ല സ്മൃതി, ഇ ഡി ഒരു അന്വേഷണ ഏജൻസി എന്നുള്ള രീതിയിൽ ഇ ഡി ഉപയോഗിക്കപ്പെടുന്ന രീതി, അതിനെക്കുറിച്ചൊന്നും യാതൊരു സംശയവുമില്ല. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പ്രതിയോഗികളെ വരുതിയിലാക്കാനോ ഇല്ലാതാക്കാനോ ഒക്കെ വേണ്ടി ഇ ഡിയെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമീപകാല ചരിത്രമാണ്. അതിന് ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ളത് PMLA ആക്റ്റാണ്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ആക്റ്റാണ്. മറ്റു പല നിയമങ്ങളിലും നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ പ്രതിസ്ഥാനത്തുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നിടം വരെ നിരപരാധികളാണെങ്കിൽ, ഇത്തരം നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇവർ പ്രതികളാണ്, ഇവർ കുറ്റക്കാരാണെന്നങ്ങ് ഒരു അനുമാനത്തിലാണ് നീങ്ങുന്നത്. ഇതിന്റെ ഒരു നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു ബാധ്യത ഈ പൗരന്മാരിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള പലർക്കും അതിനൊട്ടും കഴിയുന്നില്ല. രാഷ്ട്രീയക്കാരായിട്ടുള്ളവർ കൂറുമാറിയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് PMLA ആക്ട് നിലനിൽക്കുന്ന രീതി, അതിന് കൊടുത്തിരിക്കുന്ന അധിക ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പല അധികാരങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കേന്ദ്ര സർക്കാർ എക്സിക്യൂട്ടീവ് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ എല്ലാ അന്വേഷണ ഏജൻസികളും ഇതുപോലെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തകളാണ്. അതാത് ഭരണാധികാരികൾക്ക് അനുസൃതമായിട്ട് അങ്ങനെ ഉപയോഗിക്കപ്പെടുകയാണ്. ഇത് നമുക്കിവിടെ പോലീസിന്റെ കാര്യത്തിലും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ പിണറായിയുടെ പോലീസെന്നും ചെന്നിത്തലയുടെ പോലീസെന്നും ഒക്കെ നമ്മൾ വിളിക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കപ്പെടേണ്ട എന്നൊരു സമീപനം നമുക്ക് എടുക്കാൻ കഴിയില്ല. നമുക്ക് ഒരു അന്വേഷണ സംവിധാനത്തെ മെച്ചപ്പെടുത്തണം എന്ന് പറയാം, പക്ഷെ അതുവരെ ഇത് അന്വേഷിക്കുകയേ വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. നേരത്തെ ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജുഡീഷ്യലി പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ ചർച്ച. അത് ശരിയാണ്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ജുഡീഷ്യറിയിൽ അത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നിടം വരെ അവർ നിരപരാധികളാണ് എന്നുള്ള അനുമാനത്തിൽ മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. എല്ലാം പൊതുജനങ്ങളോട് വിളിച്ചു പറയണമെന്ന് നമുക്ക് ശഠിക്കാനും കഴിയില്ല. പക്ഷേ നമ്മുടെ പ്രതിനിധികളായി വരുന്ന, പ്രത്യേകിച്ച് ഭരണാധികാരികളായി വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ചകൾ മാറ്റിവെക്കാൻ കഴിയില്ല. അങ്ങനെ വെച്ചിട്ടില്ല. നമ്മൾ ബോഫോസ് ആയാലും ശവപ്പെട്ടി കുംഭകോണം ആയാലും എല്ലാം നമ്മൾ ചർച്ച ചെയ്തത് ജുഡീഷ്യറി തെളിയിച്ചു കഴിഞ്ഞിട്ടല്ല ചർച്ച ചെയ്തത്. അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചരിത്ര വിദ്യാർത്ഥികളായിട്ട് 20 വർഷം മുമ്പ് കഴിഞ്ഞു പോയ അയ്യോ അങ്ങനെ ആയിരുന്നോ എന്ന് പിന്നീട് പറയണം. അങ്ങനെ ഒരു സമൂഹത്തിന് തീരുമാനമെടുക്കുകയും അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുകയും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ സ്മൃതി പറഞ്ഞതുപോലെ ഇത് പിണറായി വിജയനിലേക്ക് എത്തിപ്പെടും എന്നല്ല, പിണറായി വിജയനിലേക്ക് തന്നെയാണ് എത്തിപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങൾ നേരത്തെ ഇവിടെ പലരെ, ശ്രീ രാജു പി നായരും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവരെന്തെങ്കിലും സേവനം നൽകിയതായിട്ട് ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ആ കാര്യത്തിൽ ഇനി ചർച്ച വേണ്ട. സേവനം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രീ ശശിധരൻ കർത്തയും പറഞ്ഞിട്ടുണ്ട്, വീണ ടിയും പറഞ്ഞിട്ടുണ്ട്, എക്സാലോജിക്കും പറഞ്ഞിട്ടുണ്ട്. അത് ഡിജിറ്റലി പ്രൂവ് ചെയ്യാവുന്ന കാര്യമാണ്. അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ കോടതിയിൽ ഹാജരായ ഇവരതിനെ കൗണ്ടർ ചെയ്തിട്ടുമില്ല. അപ്പൊ ഇത് ഡിജിറ്റലി തെളിയിക്കാവുന്ന കാര്യമാണ്. ഒരു സേവനവും കൊടുക്കാതെയാണ് ഈ 2.78 കോടി കൈപ്പറ്റിയിരിക്കുന്നത്. അതിനുള്ള പുതിയ ന്യായീകരണമാണ് ഇപ്പൊ ഇൻഷുറൻസിന് പ്രീമിയം കൊടുത്തു, നിങ്ങൾക്ക് അപകടം ഉണ്ടായില്ല, അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി പൈസ തിരിച്ചു തരുമോ? രാഷ്ട്രീയ വിശദീകരണത്തെ യോഗത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. AMC എടുത്തു, നിങ്ങളുടെ മെഷീൻ കേടായില്ല, നിങ്ങൾ പൈസ തിരിച്ചു കൊടുക്കുമോ? ഇങ്ങനത്തെ ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് ഈ തുക കൈപ്പറ്റിയതിനെ ന്യായീകരിക്കാനാണ് ഇപ്പോഴത്തെ പുതിയ ശ്രമം. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് CPM നമ്മളെ പഠിപ്പിച്ച രാഷ്ട്രീയ നൈതികത വെച്ച് പരിശോധിച്ചാൽ
ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ CMRL എന്ന് പറയുന്ന ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് ഒരു കോൺട്രാക്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നേതാവിന്റെ മകൾ നേടിയത് തന്നെ, പിന്നീട് സേവനം കൊടുത്താൽ പോലും നേടിയത് തന്നെ രാഷ്ട്രീയ അഴിമതിയാണ്. അവിടെ ഒരു സേവനവും ഇല്ലാതെ, സേവനത്തിനുള്ള ഒരു അറ്റംപ്റ്റ് പോലും ഇല്ലാതെ, അത് ചെയ്ത് പരാജയപ്പെട്ടതല്ല, ഒന്നും അതിന് ശ്രമിച്ചിട്ട് പോലുമില്ല. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിരവധി പേരുടെ മൊഴികൾ അവിടെ കൊടുത്ത ഇതിലുണ്ട്. അവരുടെ ബയോഡാറ്റകൾ പൊതു ഡൊമൈനിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു പണിയും ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ 2.78 കോടി രൂപ അവര് മാസം തോറും കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് മാസപ്പടി എന്ന് വിളിക്കരുതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നത് അതല്ല. അതിനപ്പുറത്ത് CMRLന്റെ വരുമാനങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് അവരുടെ വരുമാന സ്രോതസ്സുകൾ, നോൺ സോഴ്സസ് ഓഫ് ഇൻകം, അതിനെല്ലാം അപ്പുറത്ത് തുക കൈപ്പറ്റിയതായി അവർക്ക് എവിഡൻസ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ED പറയുന്നത്. അപ്പൊ അവിടുത്തെ ഡയറിയിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങളിൽ ഈ ദുബായിലേക്ക് 85 ലക്ഷവും 20.5 കോടി രൂപയുടെ കാര്യവും ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് അവർ റെയ്ഡ് നടത്തിയപ്പോൾ അവർക്ക് അതിനുള്ള തെളിവുകൾ ലഭിച്ചു എന്നാണ് അവർ പറയുന്നത്. അതനുസരിച്ചുള്ള കേസുകളുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്നാണ് EDയുടെ പത്രക്കുറിപ്പിലൂടെ പറയുന്നത്. ഇതും നിഷേധിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ അങ്ങ് പൂർത്തിയാക്കുമെന്നിട്ട് ഞാൻ ചോദിക്കാം. മറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് 20.5 കോടി എന്ന് പറയുന്നതോ 22 കോടി എന്നോ പറയുന്നതോ ഒരു കുറഞ്ഞ തുകയാണെന്നാണ് പറയുന്നത്. ഇത് പറയാൻ ഇദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് എന്താണ് സ്മൃതി? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെ വലിയ ധനാഢ്യ കുടുംബത്തിൽ ജനിച്ച ഒരാളല്ലല്ലോ. എങ്ങനെയാണ് ഈ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തും മുഖ്യമന്ത്രി സ്ഥാനത്തും ഇരുന്ന ഒരാൾ 20.5 കോടി 22.5 കോടി എന്ന് പറയുന്നത് അത്ര വലിയ തുകയല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? ആ സാഹചര്യത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത് എങ്ങനെയാണ്? എന്താണ് അദ്ദേഹത്തിന്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകം? ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്നും ചോദിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം വിധി വന്ന ശേഷം വരണം എന്നാണ് പറയുന്നത്. അതുവരെ ഇത് നിർത്തിയിട്ട് നമ്മൾ ഇനിയും ചരിത്രം മാത്രം പറഞ്ഞാൽ മതി എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ശ്രീ പിണറായി വിജയനാണ്, CPMനാണ്, വീണ തൈക്കണ്ടിയിലിനല്ല. അവരുടെ കാര്യങ്ങൾ അവർ നടത്തട്ടെ. അപ്പൊ ഇത് റിയാസിന്റെ പേര് പറഞ്ഞു, റിയാസിന്റെ സുഹൃത്തുക്കളുടെ പേര് പറഞ്ഞോളൂ. പറയൂ. അല്ല, റിയാസിലേക്ക് എത്തുന്നില്ല. റിയാസിന്റെ റിയാസിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നത് സാങ്കേതികം മാത്രമല്ലേ സ്മൃതി? നമ്മളൊക്കെ കണ്ണും കാതും തുറന്ന് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ നമ്മളെല്ലാവരും നടത്തുന്നത്? ഇവര് മാത്രമാണോ ഇത് നടത്തുന്നത്? ഈ പറയുന്ന കോഴിക്കോട്ടുള്ള ഈ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? ഇവരുടെ എല്ലാം പൊതു സ്വഭാവം എന്താണ്? ഇതെല്ലാം മാറി വെച്ച് വളരെ സാങ്കേതികമായിട്ട് എന്റെ അക്കൗണ്ടിൽ ഇല്ല, എന്റെ ബിനാമി അക്കൗണ്ടിലുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് അങ്ങനെയാണോ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? അങ്ങനെയാണോ ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടുള്ളത്? ഈ CPM അങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്? ഞാൻ CPMന് വേണ്ടി വീടാന്തരം കയറി വോട്ട് പിടിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്? ബോഫോസ് കേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണോ? അപ്പൊ ഈ അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഈ 20.5 കോടി ഒരു മുഖിപ്പടിക്കുള്ളതെന്ന് തോന്നുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. അത് വിശദീകരിക്കുകയാണ് രാഷ്ട്രീയ യോഗത്തിൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവർ നാളെ ചെയ്യുമായിരിക്കും. നമുക്ക് കേട്ടു നോക്കാം. ഒരൊറ്റ കാര്യം കൂടി ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ ഈ ഡയറി കുറിപ്പുകൾ അല്ലെങ്കിൽ ഈ കടലാസിൽ എഴുതി വെച്ച കാര്യങ്ങൾ, ഇതൊന്നും പ്രധാന തെളിവായി പരിഗണിക്കാനാവില്ല എന്ന് ജെയിൻ ഹവാല കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതും മറുവാദമായി വരുന്നുണ്ട്. അപ്പോൾ ഈ കുറിപ്പുകൾ മാത്രം പോരാ, കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരിലേക്ക് എത്തുന്നു. അവരിൽ നിന്നും ഈ പറഞ്ഞ എഴുതിയ തെളിവുകളല്ലാതെ പണവുമായി ബന്ധപ്പെട്ട പണം പുറത്തേക്ക് പോയി എന്നതിന്റെ തെളിവുകൾ കൂടി കിട്ടേണ്ടതുണ്ട്. അതല്ല എങ്കിൽ വെറും ഡയറി കുറിപ്പുകളായി ഇത് അവസാനിക്കും. സ്മൃതി, ഒന്നാമത്തെ കാര്യം, ഇത് ഡയറി കുറിപ്പ് മാത്രമായിട്ട് കോടതിയിൽ കൊണ്ടുവന്ന് ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവർ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ കോടതി സ്വീകരിക്കില്ല. പക്ഷെ ഡയറി കുറിപ്പ് ലീഡായി വെച്ചുകൊണ്ട് കൊറാബറേറ്റ് ചെയ്യാവുന്ന തെളിവുകൾ കണ്ടെത്തിയതായിട്ടാണ് ED ഇപ്പോൾ പറയുന്നത്. ED പറയുന്നതെല്ലാം തെളിയിക്കപ്പെടുമെന്നൊന്നും ഞാൻ പറയുകയല്ല. അതാണ് ED ഇപ്പോൾ പറയുന്നത്. അല്ലാതെ ഡയറി കുറിപ്പിലുണ്ട്, അതുകൊണ്ട് ഇവർ കുറ്റക്കാരാണെന്ന് മെയ് 27 നടത്തിയ റെയ്ഡിന് ശേഷം അവരിതൊന്നും പറഞ്ഞില്ല. അന്നത്തെ ഡയറി കുറിപ്പിൽ തന്നെ ഉണ്ടായിരുന്നു 85 ലക്ഷത്തിന്റെയും 20.5 കോടിയുടെയും ഡീറ്റെയിൽസ് ആ ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നു. അത് പറഞ്ഞത് എപ്പോഴാണ്? ഇപ്പോൾ ഈ 18 നടത്തിയ റെയ്ഡിന് ശേഷമാണ് അവർ പറയുന്നത് അന്ന് ഞങ്ങൾ അങ്ങനെ കണ്ടിരുന്നു, അതിനെ അനുസൃതമായി റെയ്ഡ് നടത്തി, എവിഡൻസസ് വെർ ഫൗണ്ട് എന്ന് പറയുകയാണ് ഇതിന് രണ്ടിനും.
അപ്പോൾ അത് അവര് പത്രക്കുറിപ്പിലൂടെ അവർ പൊതുജനങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനെ ഒരു ഡയറി ഇല്ലെന്നോ, ഈ ഡയറി എന്റേതല്ലെന്നോ, ഡയറിയിൽ അങ്ങനെ എഴുതിയിട്ടില്ലെന്നോ, ഇത് കണ്ടെത്തിയില്ലെന്നോ, അവിടെ റെയ്ഡ് നടത്തിയവർക്കോ ഇവിടെ റെയ്ഡ് നടത്തിയവർക്കോ ആക്ഷേപമോ മറുപടിയോ ഇല്ല. ശരി, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടെ പറയട്ടെ സ്മൃതി, ഈ ഡയറി കുറിപ്പുകളുടെ നിരർത്ഥകതയെ കുറിച്ച് പറയുന്നവരാണ് സുരേഷ് കുമാർ എന്ന് പറയുന്ന CMRLന്റെ അക്കൗണ്ടന്റിന്റെ ഡയറി കുറിപ്പിനെ കൊണ്ട് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതും അന്വേഷിക്കേണ്ടതാണ്, എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ ഈ പറയുന്ന പലരുടെയും ഒരു പക്ഷപാതിത്വം കൂടി ഞാൻ പറയുകയാണ്. ഈ ഡയറി കുറിപ്പ് എന്ന് പറയുന്നത് കടലാസിൽ എഴുതിയതാണ്, വിലയില്ല. പക്ഷെ ആ ഡയറി കുറിപ്പ് എന്ന് പറയുന്നത് കടലാസിൽ എഴുതിയതാണേലും അതിനാണ് വില. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അന്വേഷിക്കേണ്ടതില്ല, കടലാസാണ് അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നവരുടെ ഉദ്ദേശം അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക, ഏത് വിധേനയും ഇവിടെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ നീതി നടപ്പിലാക്കി കിട്ടണം എന്നുള്ളതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. Debate with Smriti Parathikkad.